ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റിലായിട്ട് അനീഷും ഷാനവാസും തമ്മിലൊരു ചെറിയൊരു ഡിസ്കഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതില് അനീഷ് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ടേ, ചിലപ്പോ തോന്നും നീ എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്ത പ്രായമുള്ള ഒരാളാണ്, എന്റെ വല്യപ്പന്മാരുടെ അത്രയും പ്രായമുള്ള ഒരാളാണെന്ന് തോന്നും. ചിലപ്പോ തോന്നും നീ കുറുമ്പും കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന ചെറിയൊരു ചെക്കനാണെന്ന് തോന്നും. ആ രീതിയിലാണ് നിന്നെ പറ്റിയുള്ള എൻ്റെ ഒരു ഇത്. പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്നുള്ളൊരു കാര്യമൊക്കെ അനീഷ് പറയുന്നുണ്ട്. പുറത്ത് അനീഷ് വളരെയധികം മികച്ച രീതിയിൽ സൗഹൃദങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന, സൗഹൃദങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പുള്ളിയെ പറ്റി ജസ്റ്റ് ഒന്ന് ചകിഞ്ഞു നോക്കിയാലും മനസ്സിലാവും. നമ്മൾ ഇൻസ്റ്റയിലും FB-യിലും ഒക്കെ ജസ്റ്റ് ഒന്ന് ചകിഞ്ഞു നോക്കിയാൽ മതി, ബേസിക് ചെക്കയിൽ നടത്തിയാൽ മതി. അനീഷ് സാമ്പിൾസ് എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെയാണ് എനിക്ക് വേണ്ടത്, അല്ലാത്ത പക്ഷം സൗഹൃദമേ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ, ഒന്നെങ്കിൽ ഒരുപാട് വയസ്സിന് മൂത്ത ഒരു വ്യക്തി, അനീഷിനേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്ത ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ വളരെ വയസ്സിന് താഴെയുള്ള ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് ഷാനവാസിനെ പറ്റി തോന്നുന്നത് എന്നാണ് ഷാനവാസിന്റെ അടുത്ത് പറയുന്നത്. ഷാനവാസ് ഇതൊക്കെ കേട്ട് സുഖിച്ച ആ ഒരു സോഫ കമ്പെഡിൽ ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്. ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാൻ എന്താ സുഖം അല്ലേ ഷാനവാസെ. ഷാനവാസ് അനീഷുമായിട്ടുള്ള സൗഹൃദം ഒരു ഗെയിമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കത് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയും. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഷാനവാസിന്റെ അടുത്ത് നിൽക്കുന്നത്. അത് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും, ഈ ഒരു സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവും അനീഷ് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഷാനവാസിന്റെ അടുത്ത് നിൽക്കുന്നത് എന്നൊരു കാര്യം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.